സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം. അത് കൂടുതൽ മാധുര്യമുള്ളതാകുന്നത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ്. ദൈവ ആശ്രയത്വത്തിന്റെ മാധുര്യമുള്ള നിറവുള്ള അനുഭവങ്ങളുമായി ഇറ്റ്സ് ഗോഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന റോജി ചേട്ടനും കുടുംബവും ഇന്ന് നമ്മളോട് കൂടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടെ അവരെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് റോജി, കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്തുള്ള ചാപ്പൻതോട്ടത്തിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭാര്യ ഷെറിൻ, ഇത് മൂത്ത മോൻ സാൻജോ, ഇത് സാബിയോ. സാബിയോ നിങ്ങളുടെ തങ്കക്കുടമാണ്. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നല്ല ഉറക്കമായിരുന്നു, ഇപ്പൊ നല്ല എനർജി ആയിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. അതെ, നിങ്ങളുടെ ഒരു എന്താ പറയുക, സഹനത്തിൻ്റെ കുറേ നിമിഷങ്ങളും ഒക്കെ അതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുമായിരുന്നു. ആദ്യം ഉണ്ടായ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, 5 ദിവസത്തിനുള്ളിൽ തന്നെ രണ്ടാമതൊരു കുഞ്ഞുണ്ടായി. അതും സിസേറിയൻ ആയിരുന്നു ആദ്യത്തെ രണ്ടും. മൂന്നാമത് ചേച്ചി പ്രഗ്നൻ്റ് ആവുന്നു. 3-ാം മാസത്തിൽ തന്നെ ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞപ്പം ഡൗൺ സിൻഡ്രോം ആണ് എന്നുള്ളൊരു ഇതിലേക്കൊക്കെ കണക്കൂട്ടലിലേക്കൊക്കെ വരുന്നു. എല്ലാവരും ഒത്തിരി പേര് ചേച്ചീനെയും ചേട്ടനെയും ഈ കുഞ്ഞിനെ കളയാം, കാരണം നിങ്ങൾക്കത് ഒത്തിരി ബുദ്ധിമുട്ടാകും, ഇവനെ കൊണ്ട് നടക്കുന്ന എല്ലാം നിങ്ങൾക്ക് ഭയങ്കര പാടായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നു, ഒത്തിരി നിർബന്ധിക്കുന്നു, കുറേ പേര് കൂടെ നിൽക്കുന്നു. അവസാനം നിങ്ങളൊരു തീരുമാനത്തിലെത്തുന്നു, നിങ്ങൾ ഈ കുഞ്ഞിനെ സ്വീകരിക്കുക തന്നെയാണ് ചെയ്യുന്നതെന്ന്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ മുഴുവൻ കാണുമായിരുന്നു. അപ്പോഴൊക്കെ നിങ്ങളുടെ ചുറ്റും ഉണ്ടായിരുന്ന കുറേ പേരുണ്ട്, പ്രാർത്ഥിക്കാനും കൂടെ നിൽക്കാനും കരം പിടിക്കാനും നിങ്ങൾക്ക് വേണ്ടി മുട്ടുകുത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന കുറേ പേര്, അറിയാവുന്നവരും അറിയാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു, വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ. കൊറോണ സമയമായിരുന്നു, പ്രത്യേകിച്ച് നല്ല ബുദ്ധിമുട്ടായിരുന്നു അല്ലേ ആ സമയത്ത്? എനിക്കൊന്ന് ഏറ്റവും പീക്ക് നിൽക്കുന്ന സമയമാണ്, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനും അല്ലേ, പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒരു 2-3 മാസം ലോക്ക്ഡൗൺ ആയില്ലേ, ആ ഒരു സമയത്തായിരുന്നു. അത് ആ സമയത്താണ് പിന്നെ ഒരു ആശുപത്രിയിൽ പോലും മര്യാദയ്ക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞങ്ങൾക്കെല്ലാം. അങ്ങനെ ഒരുപാട് കൊറോണയും കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ഡെലിവറീൻ്റെ സമയത്ത് പിന്നെ കൂടെ നിൽക്കാൻ ആളെ കിട്ടാത്തൊരവസ്ഥ. പിന്നെ എൻ്റെ അമ്മയ്ക്ക് 65 വയസ്സ് കഴിഞ്ഞു. അപ്പം അമ്മയ്ക്ക് 65 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സ് കഴിഞ്ഞ് വരെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിൽക്കാൻ പാടില്ല എന്നുള്ളൊരിതുണ്ടായിരുന്നു കൊറോണൻ്റെ പ്രശ്നമായതുകൊണ്ട്. പിന്നെ ബാക്കി ബന്ധുക്കളെല്ലാം ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവരൊക്കെ ഒഴിവായാണ്. അന്നത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. കാര്യം കൊറോണ, അവർക്ക് ക്വാറന്റൈനും എന്തൊക്കെയായിരുന്നു അല്ലേ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ പോലും നമ്മൾ ഓൺലൈനായി, TV-യിലായി,
നമ്മുടെ ദേവാലയങ്ങൾ ഒക്കെ അടച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പോയി സംസാരിച്ചില്ല, ഫോണിലൂടെ സംസാരിച്ച, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരച്ഛനുണ്ട്, മക്കിയാട് ധ്യാന സെന്ററിലെ ജെറിയച്ചനെ നമുക്കൊന്ന് കാണാം. 2020 റോജി ഷെറിൻ കുടുംബാംഗത്തെ ഞാൻ ഫോണിലൂടെ ബന്ധപ്പെടുവാനായിട്ട് ഈശോ അനുവദിച്ചത്. അന്ന് അവർ വിളിക്കുമ്പോൾ വലിയ വേദനയോടെ അതുപോലെ തന്നെ വലിയ വിശ്വാസത്തോടും കൂടിയിട്ടാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ എന്നെ വിളിച്ച് സംസാരിച്ചത്. കാര്യം ഇതാണ്, ഷെറിൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞ് അതിന് ഡൗൺ സിംറ്റംസ് ആണെന്ന് ഡോക്ടർമാരും വൈദ്യശാസ്ത്രവും വിധി എഴുതി. പക്ഷേ അവർ വലിയ വിശ്വാസത്തോടെ ഇവിടെ എന്നെ വിളിച്ചു, പ്രാർത്ഥന ചോദിച്ചു. അങ്ങനെ കൊറോണ കാലഘട്ടമായിരുന്നതുകൊണ്ട് അവർക്ക് വിളിച്ച് പ്രാർത്ഥിക്കാനേ പറ്റിയുള്ളൂ, ഫോണിലൂടെ പ്രാർത്ഥിക്കാനേ അവർക്ക് പറ്റിയുള്ളൂ. നേരിട്ട് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. എന്നാലും ഈശോ ആ പ്രാർത്ഥന ഒരു അനുഗ്രഹമാക്കി മാറ്റി. ആ ഫോണിലൂടെയുള്ള ഒരു പ്രാർത്ഥന അവർക്ക് അനുഗ്രഹമാക്കി മാറ്റി. ഈ കുഞ്ഞിലൂടെ ആ കുടുംബത്തിൻ്റെ, ഞങ്ങളുടെ വിശ്വാസത്തെ ഉയർത്തിയ ദൈവത്തിന് 1000 മഹത്വം. പിന്നീട് ഈ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ച് മക്കിയാട് ധ്യാന കേന്ദ്രത്തിൽ വന്ന് അവരെന്നെ കണ്ടു. എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഈ കർത്താവിൻ്റെ വലിയ ഒരു അത്ഭുതം, ഈ കുഞ്ഞിന് വേണ്ടി കർത്താവ് ചെയ്ത ഈ അത്ഭുത സൗഖ്യം കാണാനായിട്ട് ഉള്ള ഭാഗ്യം ഈശോ നൽകി. ആ കുടുംബത്തോട് ചേർന്ന് കർത്താവിന് മഹത്വം തരികയാണ്. കരുണയുടെ ഈശോയുടെ പാഠം ഉണ്ടല്ലോ, അതിൻ്റെ ചുവട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം ഉണ്ടല്ലോ, ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈവൻ ഉണ്ടാകുന്നത് വരെയുള്ള ഒരു സമയം, അതൊരു ശരണപ്പെടലിൻ്റെ, എളിമപ്പെടലിൻ്റെ, എന്താ പറയുക, മുട്ടുകുത്തി പ്രാർത്ഥിക്കലിൻ്റെ കുറേ ദിനങ്ങളായിരുന്നു നിങ്ങൾക്ക്, അല്ലേ? ആ ഒരു സമയത്ത് നിങ്ങൾ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിരുന്നൊക്കെ ആയിട്ട് പറഞ്ഞു, അല്ലേ? എങ്ങനെ ആ ദിവസങ്ങളിൽ മുഴുവൻ പിന്നെ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ തന്നെയായിരുന്നു? കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് കുറേ പ്രാർത്ഥനകളുണ്ടായിരുന്നു, അതെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. വെളുപ്പിനെ എഴുന്നേറ്റല്ലേ? 3 മണിക്ക് എണീക്കുമായിരുന്നു എല്ലാ ദിവസവും. അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഞങ്ങളുടെ ഒരു പാപ്പനുണ്ട്, പപ്പാൻ്റെ ഒരു അനിയനായിട്ട് വരും. മൂപ്പര് പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ മൂപ്പരോട് വിളിച്ചു പറഞ്ഞ സമയത്ത്, ജോയി എന്നാണ് മൂപ്പരുടെ പേര്, വിളിച്ച് ഇങ്ങനെ പറഞ്ഞ സമയത്ത് മൂപ്പരും നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു, ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ നമ്മളിൽ ഇടപെടുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ മൂപ്പരോട് വിളിച്ച് ഞങ്ങളെ കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മൂപ്പര് പറഞ്ഞു, വെളുപ്പിനെ 3 മണിക്ക് എണീറ്റ് കരുണക്കൊന്ത ചെല്ലിക്കഴിഞ്ഞാൽ നിനക്ക് അത്ഭുതങ്ങൾ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, 3 മണിക്കുള്ള ആ പ്രാർത്ഥനയ്ക്ക് എന്തോ ഒരു എന്തോ ഒരു ശക്തി ഉണ്ട്. ആ സമയത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അതിന് ഉറപ്പായിട്ടും അതിനൊരു ഫലം കിട്ടുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു, ഇനി മുതൽ എല്ലാ ദിവസവും രാവിലെ വെളുപ്പിന് 3 മണിക്ക് 2 പേരും കൂടെ മുട്ട തിന്നിട്ട് കൈ പുറത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിക്കില്ലാന്നുണ്ട്, കൊച്ചു നല്ലൊരു കുട്ടിനെ ഇത് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് ആ സമയം 3 മണി മൂപ്പര് എല്ലാ ദിവസവും എണീറ്റ് 3 മണിക്ക് കരുണക്കൊന്ത ചെല്ലുന്നതാണ്. ആ സമയമാകുമ്പോൾ ഞങ്ങളെ ഫോണിൽ വിളിച്ച്. അപ്പോൾ ആദ്യത്തെ കുറേ ദിവസങ്ങളിലൊക്കെ നമുക്ക് ആ കറക്റ്റ് സമയത്ത് എണീക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതൊരു റൊട്ടീനായിട്ട് അങ്ങ് മാറി, പതിവായ ഒരു പ്രശ്നമില്ലാണ്ടായി. രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം, അത് വചനമാണ്, നിങ്ങൾക്കുള്ള വാഗ്ദാനമായിരുന്നു അത്.
അപ്പം ശരിക്കും ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അതിന് ഒരു നമ്മൾ എടുക്കുന്ന ആ ഒരു പെയിൻ തമ്പുരാൻ കാണാതിരിക്കത്തില്ലല്ലോ ഒരിക്കലും. അതുപോലെ ഇടയാലച്ചൻ അല്ലേ, ഇടയാലച്ചനും ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഇടയാലച്ഛൻ്റെ അടുത്ത് ആ സമയത്ത് കുമ്പസാരിക്കാനൊന്നും പറ്റൂലായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് 2-3 മാസം കൂടുമ്പോഴെല്ലാം പോയിട്ട് കുമ്പസാരിക്കുമായിരുന്നു. പിന്നെ അച്ഛൻ ഞങ്ങൾക്ക് പ്രാർത്ഥന ഒരു മരുന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് എത്രയും ദയുള്ള മാതാവ് 9 പ്രാവശ്യം, വിശ്വാസ പ്രമാണം 33 പ്രാവശ്യം, എല്ലാ ദിവസവും 3 നേരം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ വയറിൽ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡെലിവറിയുടെ സമയം വരെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഇടയാലച്ചനും നമ്മുടെ കൂടെ ഉണ്ട്. ഇടയാലച്ചനും ഒത്തിരി നിങ്ങളുടെ അനുഭവങ്ങൾ ഇടയാലച്ചൻ്റെ ഉള്ളിൽ നിന്നുള്ളത് നമുക്ക് കേൾക്കാം. ഒരു ദിവസം വൈകുന്നേരം റോജിയും ജെറിനും കോഴിക്കോട് ജില്ലയിലുള്ള ചാത്തൻകോട്ട് നടയിലെ ഞങ്ങളുടെ സോഫിയ ആശ്രമത്തിൽ പ്രാർത്ഥനയ്ക്കും കുമ്പസാരത്തിനുമൊക്കെ ആയിട്ട് വന്നു. പ്രാർത്ഥനയും കുമ്പസാരവും എല്ലാം കഴിഞ്ഞപ്പോഴാണ് എന്നോട് അവരുടെ ജീവിതത്തിലെ ചില ദുഃഖങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചത്. ഉദരശിശുവിനെക്കുറിച്ചുള്ള ജെറിൻ്റെ ആകുലത, റോയിയുടെ ആകുലത എല്ലാം പ്രാർത്ഥനയായിട്ട് ഞങ്ങൾ കർത്താവിന് തിരുമുമ്പിൽ സമർപ്പിച്ചു. വീണ്ടും പലതവണ അവരവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നുകൊണ്ടിരുന്നു. വൈദ്യശാസ്ത്രത്തിൻ്റെ വിധിപ്രകാരം ഉദരശിശുവിന് എന്തോ തകരാറുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള ആശങ്ക ഇവരെ വല്ലാതെ അലട്ടിയിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും 17-ാം സങ്കീർത്തനത്തെ 1-ാമത്തെ വാക്യം, എൻ്റെ നിലവിളിയുടെ ശബ്ദം കർത്താവെ കേൾക്കണമേ, നിലകെട്ടവൻ്റെ വിളിയല്ലേ നിലവിളി എന്ന് പറയുക. മനുഷ്യ ബുദ്ധിക്കും കഴിവിനുമൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതെല്ലാം ദൈവപാദങ്ങൾ സമർപ്പിച്ച് നിലവിളിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും എന്നതിൻ്റെ തെളിവാണ് ഈ സാവിയക്കുട്ടൻ. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. സാവിയോ കുട്ടന് മോന് ജനിച്ചു വന്നപ്പോൾ അവന് യാതൊരു കുഴപ്പമില്ലാത്ത ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ശിശുവായി തീർന്നു. ദൈവം അവർക്ക് അങ്ങനെ ഒരു നല്ല കുഞ്ഞിനെ നൽകി. ആ വലിയ ദാനത്തിന് ഈ മാതാപിതാക്കന്മാരോടൊപ്പം നമുക്ക് കർത്താവിന് നന്ദി പറയാം. അച്ഛൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, പിന്നെ ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞ ആ അസുഖം വൈദ്യശാസ്ത്രത്തിന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ ക്രോമസോമിൻ്റെ വ്യതിയാനം കൊണ്ടുണ്ടാകുന്നൊരു പ്രശ്നം നേരത്തെ ഡോക്ടർ പറഞ്ഞു കേട്ടല്ലോ. അപ്പോൾ അത് പരിഹരിക്കാൻ പറ്റൂല, മാറ്റാൻ പറ്റൂലെന്നാണ് അത് ഞങ്ങളോട് ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അബോർട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. അച്ഛനോട് ഞങ്ങൾ ഈ സംഭവം പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞെന്നു വെച്ചാൽ മനുഷ്യൻ്റെ മരുന്ന് കൊണ്ടല്ലേ കൊച്ചിൻ്റെ അസുഖം മാറാതേ ഉള്ളൂ, ദൈവത്തിൻ്റെ മരുന്ന് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റാത്തതായിട്ടുള്ള അസുഖങ്ങൾ വല്ലതും ഉണ്ടോ, അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ മരുന്ന് രൂപത്തിലുള്ള ഈ പ്രാർത്ഥനകൾ 3 നേരം ചെല്ലണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അച്ഛനത് പറഞ്ഞു തന്നെ. ഈ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുന്നവരുടെ ഗണം, അത് മാലാഖമാരുടെ ഗണം ചുറ്റും ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന മാലാഖമാർ ഒത്തിരി ഉണ്ടായിരുന്നു നിങ്ങളുടെ ചുറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ഒന്നാമത് ഒത്തിരി ടെൻഷൻസ് ഉണ്ട്. ഈ ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പം സ്വാഭാവികമായിട്ട് ഉള്ളിലുണ്ട്. നിങ്ങൾ പ്രാർത്ഥനകളെല്ലാം തമ്പുരാനെ ഏൽപ്പിച്ച് നിങ്ങൾ വിശ്വാസത്തോടെ കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ ഇതൊരു കൊറോണ സമയമായിരുന്നു. ആ സമയത്ത് ശരിക്കും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ചേട്ടൻ നേരത്തെ പറഞ്ഞു. ബൈസ്റ്റാൻഡേഴ്സിനെ കിട്ടാനില്ല. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ക്വാറന്റൈൻ ഇരിക്കണം, ടെസ്റ്റ് ചെയ്യണം, തിരിച്ചു വരുമ്പോഴും ക്വാറന്റൈൻ ഇരിക്കണം. അങ്ങനെയൊക്കെ ഹോസ്പിറ്റലിൽ പോവാണ്. ഇങ്ങനെ ഒരു കുഞ്ഞാണ് ഇനി കൊറോണയ്ക്കുള്ളിലേക്കാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ, ആശുപത്രിയിലേക്ക് അല്ലേ. അപ്പം അതൊക്കെ ശരിക്കും ഉള്ളിൽ ഭയങ്കര ഒരു പേടിയായിരുന്നില്ലേ. സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് ഒരു സ്ത്രീകൾ തന്നെ വേണം, നേരെ മറിച്ച് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളവിടെ പുറത്തുണ്ട്, പക്ഷെ നമ്മൾ മാത്രം മതിയാകില്ല. അപ്പോൾ ഒരു സ്ത്രീയും കൂടെ കൂടുതൽ വേണം. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു കൂലിക്ക് പോലും ഒരാളെ നിർത്താമെന്ന് വെച്ചാൽ അവനും പോലും ആരും വരാത്ത ഒരവസ്ഥയായി. എന്ന് പറഞ്ഞാൽ 1 മാസം പിന്നെയും ക്വാറന്റൈൻ, ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം 1 മാസം ക്വാറന്റൈനിൽ നിൽക്കണം. അവരൊറ്റ കാരണം കൊണ്ട് ആരും അതിന് വരുന്നില്ല. ലാസ്റ്റ് പിന്നെ പെങ്ങൾക്ക് 2 ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അവർക്ക് വരാൻ സാധിക്കാഞ്ഞത്. അങ്ങനെ പിന്നെ പെങ്ങൾ തന്നെ ലാസ്റ്റ് പിള്ളേരെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പെങ്ങൾ തന്നെയാണ് എൻ്റെ അടുത്ത് വന്നത്. പെങ്ങൾ 1 മാസത്തോളം അവൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവസാന സമയത്ത് ഞങ്ങളുടെ ഈ കൊച്ചിൻ്റെ ഈ വിഷയമെല്ലാം മാറിയിട്ട് കൂടെ നിൽക്കാൻ ഒരാളില്ലാത്തതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷയം. അത് എന്താ പറയുക, പെങ്ങൾ വന്നു നിന്നു. അതും വളരെ ഭംഗിയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ ഉണ്ടാകാൻ സാധ്യത എല്ലാ പ്രശ്നങ്ങളും എന്താ പറയുക, ദൈവത്തിൻ്റെ ആ ഒരു പ്രത്യേക കരുണയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടായി എന്നുള്ളതാണ്.
പല ഹോസ്പിറ്റലുകളും കൊണ്ട് കാണിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. കൊറോണ ആയതുകൊണ്ട് അവിടെ കൊറോണ പേഷ്യൻസിനെ അവിടെ മെഡിക്കൽ കോളേജിലാണല്ലോ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിലും പോയി അവസാനം കൃത്യമായിട്ട് ഡോക്ടറെ കാണിക്കാൻ പറ്റാത്തത് വേറൊരു വിഷയം. കുറേ ഡോക്ടർമാരെ മാറി കാണിച്ചു. ആ കാണിച്ച സമയത്ത് ഒരാൾ പറഞ്ഞ് പ്രതീക്ഷ എന്ന് പറഞ്ഞൊരു മാഡം ഉണ്ട് മുടക്കലൂർ, ആ ഡോക്ടറെ പോയി കാണിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടറെ ഞങ്ങൾ മുടക്കലൂർ റിസപ്ഷനിൽ വിളിച്ച് നോക്കിയപ്പം അവർ പറഞ്ഞു ഇന്ന് ഡോക്ടർ ഇല്ല, പകരം വേറൊരു മാഡം ഉണ്ട്, മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയി വന്ന മാഡം ഉണ്ട്. ഡോക്ടറുടെ പേര് കുസുമ എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു. അപ്പം ആ മാഡത്തിനെ ഞങ്ങളെ കാണിച്ചു. അപ്പം മാഡം പറഞ്ഞ് എല്ലാ കോംപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അത് 2-3 ആഴ്ചയേ ഉണ്ടായിരുന്നല്ലോ ഡെലിവറിക്ക്. അപ്പം മാഡം പറഞ്ഞു എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അറിയാമല്ലോ, ചേട്ടായിനോടും ചോദിച്ചു അറിയാമല്ലോ എന്ന് ചോദിച്ചു. മൊത്തം പ്ലാസൻ്റ പ്രീവിയ, അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണെന്നൊക്കെ അറിയില്ല, നിങ്ങൾ മറ്റേ മാഡം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞാൽ എല്ലാം പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് അറിയാം, എല്ലാ ബുദ്ധിമുട്ടുകളും എന്താണെന്ന് അറിയാമെന്ന് പറഞ്ഞു. അപ്പം മാഡത്തിന് ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണെന്നും അറിയാം മാഡത്തിന്. അപ്പം ആദ്യം നോക്കി, പിന്നെ കുറേ നാൾ പിന്നെ ഞങ്ങൾ പോയി 2 ആഴ്ച കഴിഞ്ഞ് വന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് മൂമെൻറ്റ്സിൽ 2 വീക്സ് ആയിട്ട് കാണിക്കണം. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് കൊണ്ട് കാണിക്കുന്ന സമയത്ത് മാഡം പറഞ്ഞു അടുത്ത ആഴ്ച വന്ന് നിങ്ങൾ അഡ്മിറ്റ് ആകേണ്ടി വരും. ഞങ്ങൾക്ക് ഡേറ്റ് വരെ പറഞ്ഞായിരുന്നു, 26-ാം തീയതി വന്നിട്ട് അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് എനിക്ക് വെർട്ടിക്കൽ സിസേറിയനാന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷനാകാൻ തുടങ്ങിയായിരുന്നു. താഴെ അത് പ്ലാസിൻ്റെ പ്രീവി ആയതുകൊണ്ട് മറ്റേ നേരെ കീറാൻ പറ്റില്ല, അതിന് പകരം വെർട്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര ടെൻഷനാകാൻ തുടങ്ങിയായിരുന്നു. ആ ടെൻഷന് കാരണം എനിക്ക് ലാസ്റ്റ് ആയപ്പോഴേക്കും BP വന്നു. പെട്ടെന്ന് BP വന്ന് പിന്നെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് തന്നെ ഓപ്പറേഷൻ ഓഗസ്റ്റ് 21 ചെയ്തു. 26 സെപ്റ്റംബർ 13 ഡേറ്റ്. പക്ഷേ എനിക്ക് GDM ഉണ്ടായിരുന്നു, പ്ലാസൻ്റ പ്രീവി ഉള്ളതുകൊണ്ട് കൊച്ചിന് പ്രശ്നമാവും എന്ന് പറഞ്ഞിട്ട് മാഡം നേരത്തെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. BP പെട്ടെന്ന് വന്നതാണ്. അപ്പം ഓഗസ്റ്റ് 26 പറഞ്ഞ ഡേറ്റ് മാറ്റി 21 അങ്ങനെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്തെടുത്തു. പക്ഷെ അവർക്ക് ഇതറിയില്ലായിരുന്നു, കൊച്ചിന് ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടോയെന്ന് അറിയില്ലായിരുന്നു, അതായത് പീഡിയാട്രി ഡോക്ടർമാർക്ക്. പിന്നെ ചേട്ടായാണ് എല്ലാ റിസൾട്ടൊക്കെ അവരെ കയ്യിൽ കൊണ്ടുകൊടുത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് നോക്കുമായിരുന്നു. പിന്നെ കൊച്ചിൻ്റെ പുറകിലൊരു വെട്ട് പോലെ ഉണ്ടായിരുന്നു മറ്റേ ബാക്കിൽ, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നോക്കുമായിരുന്നു. പിന്നെ എനിക്ക് GDM ഉള്ളത് കൊണ്ട് ഇൻസുലിൻ എടുക്കുമായിരുന്നു. ഞാൻ ഒരു ദിവസം 8 വെച്ച് രാത്രി 12 വെച്ച് എടുക്കുമായിരുന്നു. അങ്ങനെ കൊച്ചിന് ഹാർട്ടിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡെലിവറി കഴിഞ്ഞ് കൊച്ചിന് എക്കോ എല്ലാം ചെയ്തു, മറ്റേ പുറകിൽ സ്കാൻ ചെയ്തു, ഒന്നും കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അത് വലുതാകുമ്പോൾ എല്ലാം മാറിക്കൊള്ളും. പിന്നെ അവർ ഒന്നും കൂടെ പറഞ്ഞു വിട്ടായിരുന്നു, കൊച്ചിന് തല ഉറയ്ക്കാതെ വരികയും ചിരിക്കാതെ ഇരിക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ സെർച്ച് ചെയ്യണം, വാച്ച് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്ത് റെഡിയാക്കേണ്ടി വരും എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് അവർ വന്ന് പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കാരിയോ ടൈപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. കൊച്ചിൻ്റെ എൻ്റെ ബ്ലഡ് എടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു ഒരു 7-ാം മാസത്തിൽ. അതേപോലെ ഞങ്ങൾ ചെയ്യാത്തതുകൊണ്ട് അവൻ്റെ ബ്ലഡ് എടുത്തിട്ട് ഡൽഹിയിലേക്ക് ആ ടെസ്റ്റിന് വിടാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അവിടെ വിട്ട് കഴിഞ്ഞാൽ ആ ബ്ലഡ് അവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, തിരിച്ച് പിന്നെയും വന്നിട്ട് ആ ബ്ലഡ് എടുത്ത് വിടേണ്ടി വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ആ ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ടെസ്റ്റ് ഉണ്ട്, പക്ഷെ അന്ന് ചെയ്യല്ല, അവിടെ നമ്മൾ കുറേ മാസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ബുക്ക് ചെയ്തിട്ട് എത്രയോ സമയം വെയിറ്റ് ചെയ്താലേ നമുക്ക് ആ ഒരു സാമ്പിൾ കളക്ട് ചെയ്യുള്ളൂ. ഇതെല്ലാം കൊച്ചിന് പ്രശ്നമുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഇനി ഭാവിയിൽ അവനത് പ്രശ്നമുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒരു 2 വയസ്സ് കഴിയുന്നവരെ അവന് വാച്ച് ചെയ്യാൻ പറഞ്ഞായിരുന്നു, കഴുത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അവന് എല്ലാ കാര്യങ്ങളും കുഴപ്പമില്ല, അവൻ നന്നായിട്ട് നടക്കും. 2 വയസ്സ് തികയുന്നു അടുത്ത മാസം 2 വയസ്സ് പൂർത്തിയാവും, 21-ന് 2 വയസ്സ് പൂർത്തിയാവും. അവൻ നടക്കുന്നുണ്ടോ, ആ പിള്ളേരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ പറ്റും. കർത്താവ് നോക്കിയ കുഞ്ഞായതുകൊണ്ട് അതിനൊന്നും ഒരു കുറവ് വന്നിട്ടില്ല. എല്ലാം ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങളോട് അവിടുന്ന് പോരുമ്പോൾ പറഞ്ഞു തന്നു, ഇന്ന ആഴ്ചയിൽ ഇങ്ങനെ വെച്ച് പല നേരെ അമ്മേനെ നോക്കി ചിരിക്കണം,
അല്ല ഇന്ന മാസം പിന്നെ കമലണം അങ്ങനെ അങ്ങനെ ആ ഡോക്ടർമാർ പറഞ്ഞ എൻ്റെ 2 വീക്ക് നേരത്തെ ആയിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം. അതെ, നല്ല സ്ഫുടമായിട്ട് ABCDEFG ഒക്കെ പാടുന്നുണ്ട് ആള്. പിന്നെ ഇത് ഉണ്ടായി ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ചവിട്ടി ഉന്താൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അവന് ഇപ്പം ആ ടെസ്റ്റ് വേണമെങ്കിൽ ഈ അവൾ പറഞ്ഞ ടെസ്റ്റ് വേണം ചെയ്യാതെ, പക്ഷെ നോക്കുമ്പോൾ അവന് അങ്ങനത്തെ ഒരു വിഷയമില്ല. ഞങ്ങൾ പിന്നെ ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചു, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സച്ചിത്ത് എന്ന് പറയുന്ന ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു കുട്ടിക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങൾ അതിനോട് ടെസ്റ്റിനൊന്നും പോകേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് പിന്നെ ആ ടെസ്റ്റ് ചെയ്തു. അതിനു മുമ്പ് പറഞ്ഞ അബോർഷൻ ചെയ്യാൻ പറഞ്ഞ ഡോക്ടേഴ്സ്മാർ തന്നെ പിന്നെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല, നല്ല കൊച്ചാണെന്ന് പറഞ്ഞു. പിന്നെ സാറിനൊരു ഡൗട്ടിന് വേണ്ടിയിട്ട് ആ പുറകിലൊരു വെട്ട് പോലെ ഉണ്ടായിരുന്നു, അത് വേണമെങ്കിൽ ഒരു സ്കാൻ ചെയ്ത് നോക്ക്, നടുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് പറയും, സ്പൈനൽ കോഡിന് പ്രശ്നം ഉണ്ടോയെന്ന് നോക്കാം. അങ്ങനെ ഒരു വെട്ട് വന്നു കഴിഞ്ഞാൽ സ്പൈനൽ കോഡിന് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്തു, ഒരു കുഴപ്പമില്ലായിരുന്നു. അല്ല അങ്ങനെ പ്രാർത്ഥനയുടെ പുത്രനായിട്ട് സാവിയോ നിങ്ങൾക്ക് ഞാൻ ഓരോ സ്കാൻ ചെയ്യുന്ന സമയത്തും പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൊന്തയുണ്ട്, ആ കൊന്ത ചെല്ലുമായിരുന്നു അവൻ്റെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ. പക്ഷെ റിസൾട്ട് വരുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ സാവിയോ ഉണ്ടായി. ഈ സമയത്ത് ഈ കൊറോണയുടെ ഇഷ്യൂസും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം റോജി ചേട്ടൻ്റെ അമ്മയ്ക്ക് ഒത്തിരിയേറെ അനുഭവങ്ങൾ പറയാനുണ്ട്. നമുക്ക് അമ്മച്ചിനെ ഒന്ന് കേൾക്കാം. എനിക്കും ദൈവമേ ഇങ്ങനെയൊരു കുഞ്ഞിനെ ദൈവം തരുവാണോ അങ്ങനെ ഓർത്തിട്ട് ഒരുപാട് ഞാനും ഒരുപാട് വിഷമിച്ചു. ഒരുപാട് ദൈവം അങ്ങനെ ഒരു കുഞ്ഞിനെയാണ് തരുന്നത്. അങ്ങനെയാണ് ഒത്തിരി ബുദ്ധിമുട്ട്. ഡോക്ടർമാർ പറയുന്ന പോലെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വിഷമം ആണല്ലോ എന്ന് എപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കും. ഞാൻ ദൈവത്തോട് എന്നാലും പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങൾക്ക് നല്ലൊരു മോനെ തരണേ. അതുമാത്രം ഒരു പ്രാർത്ഥന നടക്കുന്ന വഴിക്കും എടുക്കുന്ന വഴിക്കും ഒക്കെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് കൊറോണ ആയതുകൊണ്ട് ഒരു തരത്തിലും അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമം വന്നത്. അത് ഒരുപാട് വിഷമമെന്ന് പറഞ്ഞാൽ പലതരത്തിലും ആശുപത്രി നിൽക്കാൻ ഒരു മനുഷ്യന് അവിടെ കൂട്ടത്തിൽ നിൽക്കാനില്ല. അവസാനം പിന്നെ പെണ്ണ് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, എന്നാൽ ചേട്ടായി തന്നെ നിന്നാൽ മതി. പിന്നെ ആശുപത്രി ഉണക്കല്ലൂരാണല്ലോ, ആശുപത്രിയിൽ ഉള്ള നേഴ്സുമാരും ഒക്കെ സഹായിച്ച് നമുക്ക് അങ്ങനെ നിൽക്കാം. പിന്നെ അല്ലാതെ ഇപ്പം എന്നാ ഒരു മനുഷ്യനും പോകാൻ ഒരു മനുഷ്യനും ഇല്ല. ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ആരും കൂലിക്ക് വരെ നിർത്താമെന്ന് വിചാരിച്ചപ്പം അന്നേരം കൊറോണ ആയതുകൊണ്ട് ആരും വരികയില്ല. എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞവരുണ്ട്, ചേച്ചി ഈ കൊറോണ അല്ലായിരുന്നു ഞങ്ങൾ ഞാൻ വന്നേനായിരുന്നു, എനിക്ക് പൈസ കൂലിയും വേണ്ട ഒന്നും വേണ്ടെങ്കിലും ഞാൻ വന്ന് നിന്നേനായിരുന്നു. കൊറോണ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് വന്ന് പോയി കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ തിരിച്ചു പറഞ്ഞാൽ 4-5 ദിവസം കൊണ്ടൊന്നും വന്നു കഴിഞ്ഞാൽ പിന്നെ ക്വാറൻ്റൈൻ ഇരിക്കട്ടെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ കൊച്ചു മോള്, അവളാണ് ഒരു മാസത്തോളം പിന്നെ ഇവിടെ വന്ന് നിന്ന് ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഒരു മാസം നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തി. പിന്നെ അവിടെ ആശുപത്രി പോയതുകൊണ്ട് അവരുടെ 2 കുഞ്ഞുങ്ങളെ ഈ 3 കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ വീട്ടിൽ വരുന്നു. ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്കൊരു കൊറോണയും വന്നില്ല, ഞങ്ങൾക്കൊന്നും വന്നില്ല. ഞങ്ങൾക്ക് ഈ ആശുപത്രി പോയി കൊച്ചിനോ തള്ളയ്ക്കോ എൻ്റെ മോക്കോ ആർക്കും ഒന്നും വന്നില്ല. കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. ഞങ്ങൾക്ക് നല്ലൊരു മോനെയും തന്നു ദൈവം. ദൈവഹിതത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞപ്പം ഒറ്റ കാര്യം പറയാനുള്ളൂ, ദാവീദിൻ്റെ സൗന്ദര്യവും സോളമൻ്റെ ജ്ഞാനവും ഏലിയായുടെ തീക്ഷ്ണതയുമുള്ള ഒരു കുഞ്ഞ് നിങ്ങൾക്ക് ദൈവം അനുഗ്രഹമായിട്ട് തന്നിട്ടുണ്ട്. അത് മാത്രമേ അതിനകത്ത് പറയാനുള്ളൂ. എന്തൊക്കെ ആണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു സമയത്തെ ബുദ്ധിമുട്ടുകളെല്ലാം എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ആകുലതകൾ ഉണ്ടായിരിക്കും ആ ഒരു സമയത്ത്. പക്ഷേ ഈ ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കാൻ എടുത്തൊരു തീരുമാനമുണ്ടല്ലോ, അതിന് ഒത്തിരി ഒത്തിരി ഹാറ്റ്സ് ഓഫ്, അതേ പറയാനുള്ളൂ. കാര്യം ഞങ്ങൾക്കല്ല, എല്ലാം ദൈവത്തിന്. നമ്മൾ അതിലൊരു ഉപകരണങ്ങൾ മാത്രം. ദൈവത്തിൻ്റെ ഹിതത്തോടെ ഞങ്ങൾ ചേർന്ന് നിന്നല്ലാണ്ട് ഞങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും അവകാശപ്പെടാനായിട്ടില്ല. ദൈവം ഇങ്ങനെ ഒരു കുഞ്ഞ് തന്നതും കൊണ്ടാണല്ലോ ഇന്ന് ഇപ്പം നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കാനൊക്കെ അവസരം കിട്ടിയത്. അതിലായിരുന്നെങ്കിലോ ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, ദൈവമാണ് ഇതെല്ലാം നമുക്ക് തന്നത്. അപ്പം ഞങ്ങൾക്ക് അതിൽ അഭിമാനിക്കേണ്ടതായിട്ടോ ഞങ്ങൾക്കൊന്നും ഒന്നും ഇല്ല, ഞങ്ങളൊന്നിനുമില്ല. ഞങ്ങൾ എന്താ പറയുക, ദൈവത്തിൻ്റെ ഹിതത്തിന് ചേർന്ന് നിന്നല്ലാണ്ട് നമുക്കതിലായിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം എൻ്റെ കഴിവും കൊണ്ട് അല്ല ഞങ്ങളുടെ കഴിവും കൊണ്ടെന്ന് പറയാനൊന്നുമില്ല. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ മടിക്കുന്നവരുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്. ചെറിയൊരു അസുഖമാണെന്ന് കേട്ട് കഴിയുമ്പോൾ വേദനിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇനി ഉദരത്തിൽ വെച്ച് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അത് വേണ്ട എന്ന് വെക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്.
അത് ഏറ്റെടുക്കാനുള്ള കുറേ ടെൻഷൻസും ഒക്കെ ഉള്ളിൽ ഒത്തിരി ആകുലതകളുള്ളവരുണ്ട്. പക്ഷെ അവരുടെ മുന്നിൽ വളരെ ശക്തമായ ഒരു എക്സാമ്പിൾ, ഒരു മാതൃകയായിട്ടാണ് നിങ്ങൾ ഉള്ളത്. കാര്യം ഞങ്ങൾക്ക് മുന്നിൽ വെച്ച് കൊടുക്കാൻ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ, തമ്പുരാൻ കൂടെ ഉണ്ടാവുമെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റും ഒത്തിരി, ഞങ്ങളെക്കാളും അപ്പുറം. പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിക്കുന്നവരെ മുന്നിൽ വെച്ച് കൊടുക്കുമ്പോൾ അതൊന്നും കൂടെ എളുപ്പമാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതിൽ, അങ്ങനെയൊക്കെ ഉണ്ടായതിൽ ആ ഒരു ദൈവാനുഗ്രഹത്തിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. മനോഹരമായ കുറേ അനുഭവങ്ങൾ, ശരിക്കും ദൈവത്തെ ആശ്രയിച്ച കുറേ അനുഭവങ്ങൾ പറയാനും പങ്കുവെക്കാനും ഒക്കെ ഇവിടെ എത്തിയ റോജി ചേട്ടനും ചേച്ചിക്കും മക്കൾക്കും എല്ലാം ഒത്തിരി ഒത്തിരി നന്ദി. ഓരോ കുഞ്ഞും പിറന്നു വീഴേണ്ടത് ഏത് മാതാപിതാക്കളുടെ കൈകളിലേക്കാണ് എന്നുള്ളതിന് കർത്താവിന് കൃത്യമായ ഒരു നിശ്ചയമുണ്ട്. പക്ഷേ ആ കുഞ്ഞിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് വെക്കുന്നത് അത് ആ മാതാപിതാക്കളുടെ സ്വതന്ത്ര ബുദ്ധിക്ക് കർത്താവ് വിട്ടുകൊടുത്തിരിക്കുന്നതാണ്. ഇന്ന് ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു എപ്പിസോഡ് കാണുകയോ ഇപ്പോൾ ഇത് കേൾക്കുകയോ ചെയ്യുന്ന ആരെങ്കിലും അങ്ങനെ ഒരു സംശയത്തിൽ നിൽക്കുകയാണെങ്കിൽ, ഒരു കുഞ്ഞിനെ വേണോ വേണ്ടയോ എന്നുള്ള സംശയത്തിൽ നിൽക്കുകയാണെങ്കിൽ, ഇവരുടെ ജീവിതവും ഇവരുടെ കുടുംബവും അവർക്കൊരു പ്രചോദനമാകട്ടെ. ഓരോ ജനനവും കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയാണ്. യെസ്, ഇറ്റ്സ് ഗോഡ്. ഇറ്റ്സ് ഗോഡിൻ്റെ മനോഹരമായ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം കൂടുതൽ ശക്തമായ അനുഭവങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി.